നമ്മളിന്നിവിടെ ഒരു പത്രസമ്മേളനം നടത്താനുണ്ടായ സാഹചര്യം, കഴിഞ്ഞ 16-ാം തീയതി ഈ പഞ്ചായത്തുമായി ബന്ധപ്പെട്ട് ഒരു സംരംഭകന് അവൻ്റെ സംരംഭം തുടങ്ങുന്നതിനുള്ള നടപടിക്രമം പഞ്ചായത്തിൽ നിന്നും പൂർത്തീകരിച്ച് തന്നില്ല എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ നൗഷാദ് നമ്പ്രാണത്തേൽ എന്ന് പറയുന്ന വ്യക്തിയുടെ സ്ഥലത്ത്, ഉടമസ്ഥയിലുള്ള സ്ഥലത്ത് റൌഫ് മുതൽപേർ തുടങ്ങുന്ന ഒരു സംരംഭവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പഞ്ചായത്തിൽ സമർപ്പിച്ച രേഖയുമായി ബന്ധപ്പെട്ട വിഷയത്തിനാണ് ഞങ്ങളിവിടെ ഇന്നിങ്ങനെ ഒരു പത്രസമ്മേളനം വിളിച്ചത്. ഇതുമായി ബന്ധപ്പെട്ട് തികച്ചും വസ്തുതാവിരുദ്ധമായ കാര്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിച്ചു വരികയാണ്. എന്നാൽ ഈ രേഖയുമായി ബന്ധപ്പെട്ട് പഞ്ചായത്തിന് പറയാനുള്ള കാര്യങ്ങൾ പൊതുസമൂഹത്തെ അറിയിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഞങ്ങൾ ഇന്നിവിടെ കൂടിയിട്ടുള്ളത്. ഇവിടെ പഞ്ചായത്തിന് മുന്നിൽ വന്ന് പ്രതിഷേധം നടത്തിയ പെരുമ്പടപ്പ് വ്യാപാരി വ്യവസായിയുടെ പ്രസിഡന്റ് എന്ന വ്യക്തി വളരെ പ്രയാസം ജനിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു പ്രകടനമാണ് ഇവിടെ പഞ്ചായത്തിന് മുന്നിൽ കാഴ്ചവെച്ചത്. ഇതുമായി ബന്ധപ്പെട്ട് പഞ്ചായത്തിൻ്റെ ഭാഗത്തുനിന്ന് ഒരു തരത്തിലുള്ള വീഴ്ചയും ഉണ്ടായിട്ടില്ല എന്ന് വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ്. ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുനിന്നും ഒരു തരത്തിലുള്ള വീഴ്ചയും ഇതുമായി ബന്ധപ്പെട്ടുണ്ടായിട്ടില്ല. ഇതിൻ്റെ കാര്യങ്ങൾ നിങ്ങളോട് പൊതുസമൂഹത്തിന് മുന്നിൽ നിങ്ങൾ അവതരിപ്പിക്കുകയാണ്. ഇവിടെ 6 മാസമായി നടക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു പ്രചരണമാണ് നടന്നുകൊണ്ടിരുന്നത്. എന്നാൽ 2025 ഈ വ്യക്തി പെർമിറ്റിനായി അപേക്ഷ കൊടുക്കുകയും, എന്നാൽ പെർമിറ്റിന് അപേക്ഷ കൊടുത്ത് പഞ്ചായത്ത് ഉദ്യോഗസ്ഥർ സ്ഥലം സന്ദർശിച്ച സമയത്ത് ഇത് ഒരു KPBR ചട്ടത്തിൽ നിന്നും വിരുദ്ധമായിക്കൊണ്ടുള്ള ഒരു പ്രൊജക്റ്റാണെന്ന് മനസ്സിലാക്കിയതിനടിസ്ഥാനത്തിൽ KPBRനോടൊപ്പം തന്നെ പൊല്യൂഷൻ കൺട്രോൾ ബോർഡിൻ്റെ അനുമതി കൂടി ലഭിക്കേണ്ടതുണ്ട് എന്നുള്ള നിർദ്ദേശം പഞ്ചായത്തിൻ്റെ അധികൃതർ, അതായത് LSTD വിഭാഗം, എഞ്ചിനീയറിംഗ് വിഭാഗം അവരെ അറിയിക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ സംരംഭകർ പൊല്യൂഷൻ കൺട്രോളുമായി ബന്ധപ്പെട്ടുകൊണ്ടിട്ടുള്ള രേഖ പഞ്ചായത്തിൽ ഹാജരാക്കുന്നത് 7/3/2026 7/3/2026 അവർക്ക് അതിൻ്റെ രേഖ അനുവദിച്ചിരുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് അവർ പഞ്ചായത്തിൽ സമീപിക്കുകയും, എന്നാൽ പഞ്ചായത്ത് അധികൃതർ ഈ സ്ഥലം സന്ദർശിച്ചതിൽ നിന്നും അവിടെ ഒരുപാട് പ്രവൃത്തി ശ്രദ്ധയിൽപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ അവരോട് നമ്പറിങ്ങിന് വേണ്ടിയിട്ടുള്ള ഫയൽ സെറ്റ് ചെയ്ത് കൊടുക്കാനായിട്ട് എഞ്ചിനീയറിംഗ് വിഭാഗം ആവശ്യപ്പെടുകയും, അതിൻ്റെ അടിസ്ഥാനത്തിൽ അവർ 3/6 റെഗുലറൈസ് ചെയ്തിട്ടുള്ള ഫയൽ പഞ്ചായത്തിൽ എത്തിക്കുകയുണ്ടായി. എന്നാൽ പഞ്ചായത്ത് എയുടെ ലോഗിനിലേക്ക് 9/6 ഫയൽ എത്തുകയും 13/6 ഈ സ്ഥലം സന്ദർശിച്ച് അതിലുണ്ടായിരുന്ന അപാകതകൾ ചൂണ്ടിക്കാണിച്ച് അത് പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ട് ഫയൽ തിരിച്ചയക്കുകയുണ്ടായി. 7/7 അപാകത പരിഹരിച്ചുകൊണ്ട് വീണ്ടും റീസബ്മിറ്റ് ചെയ്തു. അതിൻ്റെ അടിസ്ഥാനത്തിൽ എഞ്ചിനീയറിംഗ് വിഭാഗം പരിശോധിച്ചാൽ ഷട്ടർ എന്ന് കാണിച്ച ഒരു ഭാഗം അതിൽ ഇവരുടെ ശ്രദ്ധപ്പെടുകയും, അവർ ഇതിൻ്റെ സംരംഭകരുമായി കൂടി ആലോചിച്ചുകൊണ്ട് ഷട്ടർ ഉണ്ടോ ഇല്ലയോ എന്നുള്ള സ്ഥിരീകരണം ആവശ്യപ്പെടുകയും ചെയ്യുകയുണ്ടായി. എന്നാൽ ഷട്ടർ ഇല്ല എന്ന് അവർ പറഞ്ഞതിനനുസരിച്ച് അത് ഒഴിവാക്കിക്കൊണ്ടുള്ള ഒരു പ്ലാൻ നിങ്ങൾ റീസബ്മിറ്റ് ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ട് ഈ ഫയൽ അവർ മടക്കി. മടക്കിയതിന് ശേഷം ഈ സാധനം 15/7 രണ്ടാമത് അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലായിട്ട് മുന്നോട്ട് പോകുന്നത്. ഇവിടെ നടപടിയായി പ്രതിഷേധവുമായി വരുന്നത് 16-ാം തീയതിയാണ്. എന്നാൽ ഇത്തരത്തിലുള്ള ഒരു കെട്ടിടത്തിന് 1-ാം ഘട്ടം നമ്മൾ നമ്പറിങ്ങിന് അപേക്ഷിച്ച് കഴിഞ്ഞാൽ ആദ്യം അവർക്ക് ഒക്യുപ്പൻസി എന്ന് പറയുന്ന സംവിധാനത്തിലൂടെയുള്ള നടപടിക്രമമാണ് ഇപ്പോൾ KSMART വന്നതിന് ശേഷമുള്ളത്. അപ്പോൾ ഒക്യുപ്പൻസി കൊടുത്തു കഴിഞ്ഞാൽ വീണ്ടും ഒരു 2-ാം ഘട്ടം നമ്പറിങ്ങിന് അവർ അപേക്ഷ സമർപ്പിക്കേണ്ടതായിട്ടുണ്ട്. ഈ നമ്പറിങ്ങിന് അപേക്ഷ സമർപ്പിക്കുന്ന സമയത്ത് ഈ നിലവിലെ സാഹചര്യം അനുസരിച്ചിട്ട് ഒറ്റത്തവണ തീർപ്പാക്കുക എന്ന് പറയുന്ന സംവിധാനം വില്ലേജിൽ പൂർത്തീകരിക്കണം. ഈ ഒറ്റത്തവണ തീർപ്പാക്കുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഈ സംരംഭകരോട് ചോദിച്ചപ്പോൾ അതുമായി ബന്ധപ്പെട്ട ഒരു നടപടിക്രമവും അവർ പൂർത്തീകരിച്ചിട്ടില്ല എന്നും, ഈ സംരംഭകരുടെ അതേമാതിരി പഞ്ചായത്ത് ഓവർസിയർ, വരച്ച എഞ്ചിനീയറിംഗ് വിഭാഗം ഇവരെല്ലാം വിളിച്ചിട്ട് സംസാരിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ഉടൻ തന്നെ വില്ലേജുകാരുമായി ബന്ധപ്പെടുകയും വില്ലേജിലത്തെ അധികാരികളിൽ, അതായത് വില്ലേജ് അധികാരി, വില്ലേജ് ഓഫീസർ അവരുടെ സ്ഥലം സന്ദർശിക്കുകയോ അവിടെ ഒറ്റത്തവണ തീർപ്പാക്കുന്നതുമായി ബന്ധപ്പെട്ട നടപടിക്രമം പൂർത്തിയാക്കുകയോ ചെയ്തിട്ടില്ല എന്ന് വിവരം ലഭിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മുടെ പഞ്ചായത്തിൽ ഒരു സംരംഭകന് എല്ലാവിധ സംവിധാനം ഒരുക്കി കൊടുക്കണം എന്നുള്ള നിശ്ചയം ഭരണസമിതിക്കും ഉദ്യോഗസ്ഥന്മാർക്കും ഉണ്ടായതിൻ്റെ അടിസ്ഥാനത്തിലും നമ്മൾ അപ്പോൾ തന്നെ വില്ലേജ് ഓഫീസറോട് ഞങ്ങൾക്കിതിൻ്റെ നടപടിക്രമം പൂർത്തീകരിച്ചു കൊണ്ടുള്ള ഒരു സർട്ടിഫിക്കറ്റ് തരണമെന്ന് ആവശ്യപ്പെട്ട് ഈ ഉപഭോക്താവിന് അതിനെല്ലാ സംവിധാനങ്ങളും ചെയ്തു കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ അതിലുപരി ഇവിടെ നടത്തിയ ഈ പരിപാടികളെല്ലാം തന്നെ ഒരു തികച്ചും വാസ്തുത വിരുദ്ധമാണ് എന്നുള്ളത് അറിയിക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഇങ്ങനെ ഒരു യോഗം വിളിച്ചു ചേർത്തത്. ഇന്നിപ്പോൾ അതിൻ്റെ ഒക്യുപ്പൻസി സർട്ടിഫിക്കറ്റ് റെഡി ആയിട്ട് ഉണ്ട് എന്നുള്ളതാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞിട്ടത്. അത് കിട്ടിക്കഴിഞ്ഞ ഉടനെ സംരംഭകനെ കൂടി വിളിച്ചിരുത്തിക്കൊണ്ട് ഭരണസമിതി അംഗങ്ങൾ കൂടി ചേർന്നതുകൊണ്ട് ഈ വില്ലേജ് ഓഫീസർക്ക് ഇവിടുന്ന് അപ്രൂവ്ഡ് പ്ലാൻ്റെ കോപ്പിയും
സംരംഭകന് കിട്ടിയ ഒക്യുപ്പൻസിയും അതുപോലെ തന്നെ ഈ സ്ഥലത്തിന് നികുതി ഷീറ്റും കൊണ്ടുപോയിക്കൊണ്ട് ഒരു വില്ലേജ് ഓഫീസറുമായി ഞങ്ങൾ സംസാരിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ കാലതാമസം എല്ലാം ഒഴിവാക്കിക്കൊണ്ട് ഒരു സർട്ടിഫിക്കറ്റ് തരാമെന്നും ആ സർട്ടിഫിക്കറ്റ് വെച്ചുകൊണ്ട് നമ്പറിങ്ങിന് അപേക്ഷിക്കാനും അത് കിട്ടിക്കഴിഞ്ഞാൽ ബാക്കി നടപടിക്രമം പൂർത്തീകരിക്കാനും അവരോട് പറഞ്ഞിട്ടുണ്ട്. ഇതാണ് നിലവിലുണ്ടായ സാഹചര്യമെന്ന് പൊതുസമൂഹത്തെ അറിയിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ളൊരു പത്രസമ്മേളനം ഞങ്ങൾ വിളിച്ചു കൂട്ടിയിട്ടുള്ളത്. ഇതിൽ പഞ്ചായത്തിൻ്റെ ഭാഗത്തുനിന്നോ ഇവിടെ ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുനിന്നോ യാതൊരുവിധ വീഴ്ചകളും ഉണ്ടായിട്ടില്ല എന്ന് ഞങ്ങൾ തീർത്ത് പറയുന്നു. അഥവാ ഇവരുടെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും തരത്തിൽ വീഴ്ച ഉണ്ടായെന്ന് ശ്രദ്ധയിൽപ്പെടുന്ന പക്ഷം, ഒരു സംരംഭകനെ പഞ്ചായത്തോ അല്ലെങ്കിൽ അധികാരി മറ്റുള്ളവരോ ബുദ്ധിമുട്ടിച്ചു എന്ന് ബോധ്യപ്പെടുന്ന പക്ഷം അവർക്കെതിരെ നടപടിയുമായി മുന്നോട്ട് പോകാനാണ് ഞങ്ങൾ തീരുമാനിച്ചിരുന്നാൽ ഇവരെ വിളിച്ചിരുത്തിയിട്ട് സംരംഭകനെയും അവരുടെ ഇടനിലക്കാരെയും കൂടി ആലോചിച്ചതിൽ നിന്നും അവർക്കടക്കം കൃത്യമായി ബോധ്യപ്പെട്ടു. ഒന്നിച്ചില്ല മാസം മാത്രമായ ഒരു വിഷയത്തിൻ്റെ മുകളിൽ വന്നിട്ടാണ് ഇവിടെ ഇത്തരത്തിലുള്ള ഒരു കോലാഹലങ്ങൾ കാട്ടിക്കൂട്ടിയത് എന്ന് പൊതുസമൂഹത്തെ അറിയിക്കുകയാണ്.